വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന് കൺഫർമേഷൻ ഒക്കെ കൊടുത്ത് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്നൊരു ചോദ്യമാണ്, ബുക്ക് ഇതുവരെയായിട്ട് തൊട്ടിട്ടില്ല, ദെൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി, ഇപ്പൊ വർക്കിംഗ് ആണ്, സബ്ജക്റ്റുമായിട്ട് അധികം ബന്ധം കുറച്ച് നാളായിട്ടില്ല, സോ സിലബസ് ഒക്കെ കണ്ടു, സോ നമ്മൾ ഇപ്പൊ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇതാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റഡി പ്ലാൻ വീഡിയോസ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികളൊക്കെ അതിലുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു നടന്ന 2-3 പോയിന്റ്സ് ഉണ്ട്. അതിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ഇപ്പോൾ പഠനം ആരംഭിച്ചാൽ തന്നെ നമുക്ക് ആ പോർഷൻസ് അവസാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ, നമുക്കിവിടെ വ്യക്തമായിട്ടുള്ള സിലബസ് ഉണ്ട്. 10 മൊഡ്യൂളാണ് വരുന്നത്. സബ്ജക്ട് ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. 10 മൊഡ്യൂള് ഉണ്ടെങ്കിലും അവിടെ ആ 10 സബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റ്സ് മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. സോ നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4 മൊഡ്യൂൾസ് ആണ് പ്രോബ്ലം ബേസ് ചെയ്തിട്ട് വരുന്നത്. അക്കൗണ്ടിങ്, ടാക്സ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പിന്നെ കമ്പനിയിലോ കുറച്ചും കൂടിയും ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പേപ്പറാണ്. ബാക്കി നമുക്ക് ഈസി ആയിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന മൊഡ്യൂൾസ് ഉണ്ട്. തിയറിയിൽ ഓഡിറ്റിംഗ് ആവട്ടെ, മാർക്കറ്റിംഗ് ആവട്ടെ, മാനേജ്മെന്റ് ആവട്ടെ, മാനേജിംഗ് എക്കണോമിക്സ് ഉണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ ആണെങ്കിലും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് വേണ്ടത് എന്താ, പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എഫേർട്ട് ആദ്യം വേണം. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ദെൻ പഠിക്കാതിരിക്കുമ്പോൾ വ്യക്തമായിട്ട് എന്ത് പഠിക്കണം, ആ പഠിക്കേണ്ട കാര്യം, അതാണ് സ്മാർട്ട് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ നമ്മുടെ അവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആവശ്യമില്ലാത്ത ഏരിയയിലോട്ട് പോയി സമയം കളയേണ്ട ആവശ്യം വരില്ല. കാരണം സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ബേസിലുള്ള നോട്ട്സ് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുക്കുന്നു, PDF ആയിട്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ അതിന്റെ ബേസിലുള്ള MCQ പ്രാക്ടീസസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഈ അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഉള്ള ദിവസങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചാൽ തന്നെ 10 മൊഡ്യൂളും സൂപ്പറായിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസും കിട്ടും. അപ്പോൾ 10 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, 10 സബ്ജക്റ്റ് അല്ല. 10 സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയം വേണം, ഇത്ര പോരാ. ബട്ട് ഈ സിലബസ് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാലും പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾ ആ സിലബസ് നോക്കിയാൽ കാണാം. ഞാൻ എൻ്റെ പല വീഡിയോസിലും അത് വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരും പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. ദെൻ പലരും പിന്നെ മനസ്സിൽ കാണുന്നുണ്ട്, PSC അല്ലേ, കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. ഇത് ബഹുഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുക. ഞാൻ ഇതിനേക്കാൾ മുമ്പ് പറഞ്ഞിരുന്നു, ഇത് ബാലികേറാമല ഒന്നുമല്ല. ആരാണ് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നത് അവർക്ക് കിട്ടും. അതല്ലാണ്ട് ഇപ്പോൾ CA കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ഇതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് അവല് കിട്ടുക മര്യാദയ്ക്ക് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുന്ന കുട്ടികൾക്കായിരിക്കും ലിസ്റ്റിൽ കയറാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ നൽകിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ടച്ച് പോയി എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ടാക്സ്, ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സിലാണ് ഈ ബേസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കേണ്ടതായിട്ട് വരാം. ബാക്കി തിയറി പേപ്പേഴ്സൊക്കെ വായിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന. ഇപ്പം നമ്മളൊക്കെ എൻ്റെ ക്ലാസ്സസ് ക്വിക്കായിട്ട് തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടച്ച് പോയി എന്ന് പറയുന്നതിനൊരു പ്രസക്തിയില്ല. ഓക്കെ, ഇപ്പം പഠിച്ചു തുടങ്ങിയാലും ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ്.
സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഡെയിലി ഒരുപാട് മെസ്സേജാണ് വരുന്നത്, പേഴ്സണലായിട്ടും കമൻ്റായിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് കമൻസ് ആണോ വരുന്നത്, അതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ മറുപടി ആയിട്ട് നൽകുന്നത് കേട്ടോ. ദെൻ പരമാവധി എല്ലാ ദിവസവും MCQs ഉണ്ടായിരിക്കും, ഡിസ്കഷൻ ഡെയിലി MCQs 7 മണിക്ക്, അത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.